ചങ്ങായിസ്, ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് സോയ 65ൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പ്രോട്ടീൻ നിറഞ്ഞ തട്ടുകട സ്റ്റൈൽ ഒരു സ്നാക്ക് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് നോക്കാം. ഓക്കെ, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കും കൂടി മറക്കാണ്ട് ക്ലിക്ക് ചെയ്യാം കേട്ടോ. ആവശ്യമായിട്ടുള്ള സോയാബീൻ ഞാൻ അവിടെ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളവും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ചതിന് ശേഷം ഇതിൻ്റെ വെള്ളം ഒക്കെ മാറ്റിയിട്ട് തണുത്ത വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൽ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ കോൺഫ്ലോറും 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും അതുപോലെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റ് ആക്കിയതും കൂടി ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ തൈരും അതുപോലെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഈ ഒരു ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്, പക്ഷെ നല്ല തിക്ക് ബാറ്ററിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഈ ഒരു ബാറ്ററിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സോയാബീൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1/2 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ മിനിമം അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിത് പൊരിച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഒരു സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് കേട്ടോ. സോയാബീൻ വറുത്ത അതേ എണ്ണ തന്നെ ഞാനൊരു പാനിലേക്ക് എടുക്കുന്നുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് നീളത്തിലായിട്ട് അരിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ ചില്ലി സോസും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സോയാബീൻ കൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സോയ 65 തയ്യാറാണ് കേട്ടോ. ഇത് സ്നാക്കായിട്ടും അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടി ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി മറക്കാണ്ടൊന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു, ബൈ ബൈ.